ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്നേഹ ജിനീഷ് ലൈഫ് സ്റ്റൈൽ. ഞങ്ങൾ ഇന്നൊരു ഗൂഡല്ലൂർ ട്രിപ്പ് പോവാണ് കേട്ടോ. വിഷുവിന് മുമ്പ് പോയ വീഡിയോ ആണ്, പക്ഷേ ഇപ്പോഴാണ് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്തിനാണ് പോകുന്നത് വെച്ചാൽ അമ്മേൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, 28 വർഷത്തോളമായി അവർ തമ്മിൽ നേരിട്ട് കണ്ടിട്ട്. അപ്പോൾ അമ്മേൻ്റെ ആ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോവുകയാണ് ചെയ്തത്. അങ്ങനെ റോഡ് സൈഡിലെത്തിയത് ആ ഒരു സ്ഥലത്ത് വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് ഞങ്ങളെല്ലാവരും അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് പിന്നീട് യാത്ര തുടങ്ങിയത്. അങ്ങനെ ഞങ്ങളിതാ അവിടെ എത്തിട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അമ്മനെ പോലെ തന്നെ ഞങ്ങൾക്കും ചെറിയൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ, പഴയൊരു ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെ ഇരിക്കും എന്നൊക്കെ അറിയാൻ ഞങ്ങൾക്കും ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഞങ്ങൾക്ക് അവിടെ എത്തിയപ്പോൾ ആൻറ്റീൻ്റെ മകൻ വന്നിട്ടാണ് കേട്ടോ ഞങ്ങളെ വിളിച്ചു കൊണ്ടുപോയത്. അങ്ങനെ പോയപ്പോൾ ആൾ ഫുഡ് ഉണ്ടാക്കിയിരുന്നു. ഞങ്ങൾ രാവിലെ എത്തുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കും കൂടി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അവർ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് രണ്ടുപേരും അവരുടെ ആദ്യത്തെ മക്കൾ ചെറുതായിരിക്കുമ്പോൾ കണ്ടതാ, പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അമ്മ ഞങ്ങളെയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ മക്കളെയും മരുമക്കളെയൊക്കെ കാണിച്ചു കൊടുക്കുക കേട്ടോ. ഞങ്ങൾ ഇറങ്ങാൻ നേരത്തായിരുന്നു ആൻറ്റീൻ്റെ ഹസ്ബൻഡ് വന്നത്. അപ്പോൾ സംസാരിച്ച് ഞങ്ങളിത് അവിടെ നിന്ന് തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ ഹിമവാദ് ഗോപാലസ്വാമി ടെമ്പിളിൽ പോകണമെന്നാണ്. അപ്പോൾ അവിടേക്ക് എത്ര കിലോമീറ്ററും കാര്യങ്ങളുണ്ട് എന്നൊക്കെ ചോദിച്ചൊക്കെ കഴിഞ്ഞ് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. രണ്ടുപേർക്കും വർത്താനം പറഞ്ഞിട്ട് അങ്ങ് മതിയാവുന്നില്ല. അവിടെ നിന്ന് നേരെ ഞങ്ങൾ അമ്പലത്തിലോട്ടാണ് പോയത്. ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഒരു 5 മിനിറ്റോളം ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഇതാ ബസ് കയറിയിട്ട് ഞങ്ങൾ പോയി. ഭയങ്കര വെയിലായതുകൊണ്ട് തന്നെ കാല് നിലത്ത് കുത്താൻ പറ്റില്ലായിരുന്നു കേട്ടോ. ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുത് കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങളിത് അവിടെ നിന്ന് നേരെ തിരിച്ച് പോവുകയാണ്. തിരിച്ചത് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പിന്നെ ഒരു ആൽമരച്ചോട്ടിൽ വണ്ടി ഒതുക്കിയിട്ടോ. കാരണം മക്കൾക്ക് ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിലോട്ട് പോകുമ്പോൾ വെള്ളമൊന്നും കൊണ്ടുപോകാൻ അവർ സമ്മതിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അവർക്ക് എത്രയും ഭയങ്കര ചൂടായതുകൊണ്ട് മക്കൾക്കൊക്കെ ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ സൈഡിൽ വണ്ടിയൊക്കെ നിർത്തി അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവിടുന്ന് കുറച്ച് ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണേ. പോകുമ്പോൾ അത് ആനക്കൂട്ടങ്ങളെ കണ്ടിട്ടോ. രാവിലെ വരുമ്പോഴാണെങ്കിൽ ഞങ്ങൾ ആനക്കൂട്ടങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും വരുമ്പോൾ മാനും മയിലും മാത്രമേ കാണാറുള്ളൂ. ഇപ്രാവശ്യം ആനക്കൂട്ടങ്ങളെ കാണാൻ പറ്റി. മക്കൾ പോകുമ്പോൾ തന്നെ പറയുമായിരുന്നു കാട്ടാനേനെ കാണണം എന്നുള്ളത്. അവർക്ക് കണ്ട എക്സൈറ്റ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു വണ്ടീൻ്റെ അടുത്ത് കൂടെ പോയതുകൊണ്ട് തന്നെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുത്തങ്ങ കാടൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതൊരു വനിതാ മെസ്സിൽ നിർത്തിയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല, വിശപ്പിൻ്റെ ഒക്കെ കാരണം. വേഗം ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതാണ്. മക്കളൊക്കെ ഭയങ്കര ഡാൻസിലായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും ടാറ്റാ ബൈ.